കമലേഷ്, പോലീസ് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന ശ്യാമിലി വളരെ ഗൗരവതരമായ ഒരു ആക്ഷേപം ബാർ അസോസിയേഷനെതിരെ ഉന്നയിക്കുകയാണ്. ഇയാളെ ബേൽദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് ബാർ അസോസിയേഷൻ തടഞ്ഞുവെന്ന്, ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുവെന്ന വളരെ ഗുരുതരമായ ആക്ഷേപമാണ് മുന്നോട്ട് വെക്കുന്നത്. ശ്യാമിലി വിശദമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒപ്പം തന്നെ അവരുടെ ചികിത്സയെ സംബന്ധിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? മനു, ചികിത്സയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം അവർ ജനറൽ ആശുപത്രിയിൽ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ തൊട്ട് അവർക്ക് സംസാരിക്കാൻ അടക്കം ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ഈ പല്ലിന് അടക്കം വേദനയും മറ്റും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ദന്തൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിയിലെത്തി പരിശോധനകൾക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർ മാധ്യമങ്ങളെ കണ്ടത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ അവരുടെ ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവരുടെ വാക്കുകളിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ കഴിയുന്നത്, ഈ ആക്രമണം നടത്തിയതിന് ശേഷം, ഇവരെ വളരെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ഈ മുതിർന്ന അഭിഭാഷകൻ അല്ലെങ്കിൽ ഈ സീനിയർ അഭിഭാഷകൻ 2 മണിക്കൂറോളം അയാളുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ശ്യാമിലിയും അതേ ഓഫീസിൽ തന്നെ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. ഈ സമയത്തെല്ലാം പുറത്ത് പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിനെ ഇവിടെ കയറി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ അത് തടയുന്ന ഒരു നിലപാടാണ് ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചത് എന്നുള്ളതാണ്. നിയമം നന്നായി അറിയുന്ന നല്ല നിയമപരിജ്ഞാനമുള്ള ആളുകളാണ് ഈ അഭിഭാഷകർ. എന്നിട്ടും തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നേരിടേണ്ടി വന്നപ്പോൾ അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ കുറ്റക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് തടയുന്നതിനായിട്ടാണ് ഈ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ശ്രമിച്ചത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇന്നിപ്പോൾ ശ്യാമിലി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇയാൾ കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ പാനലിലാണ് ഈ ബാർ അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചത്. ഈ ബാർ അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ ഈ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ വലിയ നിലയിൽ സഹായിക്കാൻ വേണ്ടി ഈ ബെയിലിൻ ദാസ് ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ സഹായം നൽകിയ ആളാണ് ബെയിലിൻ ദാസ്, സെക്രട്ടറിക്ക് ഉൾപ്പെടെ. അതുകൊണ്ടാണ് അവർക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നതിന് വേണ്ടി ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ രംഗത്ത് വന്നത് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വളരെ ക്രൂരമായ മർദ്ദനമാണ് ശ്യാമിലിക്ക് ഏറ്റിട്ടുള്ളത്. ഇത് ആദ്യത്തെ തവണയല്ല എന്നാണ് ശ്യാമിലി നേരത്തെ നമ്മളോട് പങ്കുവെച്ച ഒരു വിവരം എന്ന് പറയുന്നത്. നേരത്തെ ഇവരിപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി അവർക്ക് മുലയൂട്ടുന്ന ഒരു അമ്മ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് വലിയ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. നേരത്തെ ഗർഭിണിയായിരുന്ന സാഹചര്യത്തിലും അവർ ഇതേ ഓഫീസിൽ ജോലി ചെയ്തിരുന്നു. തൻ്റെ ഡെലിവറിക്ക് വേണ്ടി, അതായത് പ്രസവത്തിന് വേണ്ടി പോകുന്നതിൻ്റെ തലേന്നാൾ കൂടി അവർ ജോലിയിൽ വ്യാപൃതരായിരുന്നു എന്നുള്ളതാണ് അവർ ഇന്ന് പറഞ്ഞത്. പക്ഷേ ആ ഘട്ടത്തിൽ 6 മാസം ഗർഭിണിയായിരിക്കുന്ന ഘട്ടത്തിലും തനിക്ക് ഇതേ ബെയിലിൻ ദാസിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട് എന്നതാണ്. അയാളുടെ സ്വഭാവം ആ നിലയിലാണ്. തനിക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ ശാരീരികമായി ആക്രമിക്കുന്ന പതിവ് നേരത്തെ ഉണ്ട്. വളരെ മോശമായാണ് സഹപ്രവർത്തകരോട് പെരുമാറിയിരുന്നത്. അത്തരത്തിൽ പല ജൂനിയർ അഭിഭാഷകരും അവിടെ നിന്നും ജോലി ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലയിൽ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും തനിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ പോലീസ് വളരെ കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ ബെയിലിൻ ദാസ് ഒളിവിലാണുള്ളത്. 2 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഊർജിതമായ അന്വേഷണം പോലീസും നടത്തുന്നുണ്ട്. ഏതായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്യാമിലി തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ഏകദേശം നമുക്കറിയാം. ആ ഒരു രീതിയിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ശ്യാമിലി പറയുന്നതും അതേ രീതിയിൽ തന്നെയാണോ? ഇയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഈ ബാർ അസോസിയേഷനുമായുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ആ രീതിയിൽ നിന്നയാളാണ്. ആ സോഫ്റ്റ് കോർണറിന്റെ പുറത്താണ് ഇയാൾക്ക് അനുകൂലമായ നിലപാട് ഇന്നലെ അസോസിയേഷൻ സ്വീകരിച്ചത് എന്നതടക്കമുള്ള വിഷയമാണോ അഡ്വക്കേറ്റ് ശ്യാമിലി ചൂണ്ടിക്കാട്ടുന്നത്? മനു, തീർച്ചയായും അത് തന്നെയാണ് ഇന്നവർ പറഞ്ഞത്. 2 മണിക്കൂറോളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മണിക്കൂറോളം ഇതിനകത്ത് ഈ ബെയിലിൻ ദാസ് ഉണ്ടായിരുന്നു, ഓഫീസിനകത്ത്. അപ്പോഴെല്ലാം ഈ ഓഫീസ് മുറിയിലിരുന്ന് ഈ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയും ഇവരെല്ലാം കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു, പരസ്പരം സംസാരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം പോലീസ് വരട്ടെ, പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്ന നിലപാടാണ് ശ്യാമിൽ സ്വീകരിച്ചത്. പക്ഷേ ഒരു വക്കീൽ ഓഫീസിൽ കയറി പോലീസ് ഒരു അഭിഭാഷകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല, അതിന് അനുവദിക്കില്ല എന്ന് തീർത്ത് പറയുകയായിരുന്നു ഈ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി എന്നാണ് ശ്യാമിലി പറഞ്ഞത്. അതുകൊണ്ടാണ് ആ സമയത്ത് പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്. ആ സമയത്ത് പോലീസ് അവിടെ താഴെ ഉണ്ടായിരുന്നു, പക്ഷേ അകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു നിലയാണ് ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി സ്വീകരിച്ചത് എന്നാണ് ശ്യാമിലി വളരെ കൃത്യമായി പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പാനലിൽ അടക്കം നിന്നുകൊണ്ട് ഈ ബാർ അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിന് നേരിട്ട ആളാണ്. അതേ സമയത്ത് തന്നെ ഈ സെക്രട്ടറിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സഹായങ്ങൾ ചെയ്ത ആളാണ് ബെയിലിൻ ദാസ്. സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് അനുകൂല നിലപാടുകൾ പരസ്യമായി സ്വീകരിക്കുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി തുറന്നു പറയുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണോ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒന്നും പ്രതികരണങ്ങൾ കാണുന്നതേയില്ല കമലേഷ്?
മനു, തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം സംശയിക്കാൻ. കോൺഗ്രസ് നേതാക്കൾ എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ വനിതാ വിഭാഗം നേതാക്കളുണ്ട്, അവരുടെ അഭിഭാഷക സംഘടനയിൽപ്പെട്ട തന്നെ വനിതകളുണ്ട്, നേതാക്കളുണ്ട്, നിരവധിയായ വനിതാ അഭിഭാഷകരുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ആരും ഇതുവരെയും ഈ ആക്രമിക്കപ്പെട്ട യുവതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ അഭിഭാഷകയ്ക്ക് വേണ്ടി ഒരു അക്ഷരം പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്കും പരിഭവമില്ല, മാധ്യമങ്ങൾക്കും അയാളുടെ പൊളിറ്റിക്കൽ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളില്ല. തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഇന്നും കണ്ടത്. മാധ്യമങ്ങൾ അപ്പോഴും ഈ വിഷയങ്ങൾ തുറന്നു പറയുന്നതിന് പകരം പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണോ, പോലീസ് എന്തുകൊണ്ട് പിടിക്കുന്നില്ല, ഇത് പെട്ടെന്ന് പിടിക്കേണ്ടതല്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് അവരുടെ മുന്നിൽ വെച്ചത്. പക്ഷേ അപ്പോഴെല്ലാം വളരെ കൃത്യമായി അവർ പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ യാതൊരു പ്രശ്നവുമില്ല, കാര്യക്ഷമമായി തന്നെ പോലീസ് അയാളെ തേടുന്നുണ്ട്, അന്വേഷണത്തിൽ തൃപ്തികരമാണ് എന്ന മറുപടി അവർ തുറന്നു പറയുകയും ചെയ്തു. ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ് കമലേഷ് പറഞ്ഞതായാലും അഡ്വക്കേറ്റ് ഷാമിലിക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്കുള്ളത്. രാവിലെ മുതൽ തന്നെ ആ രീതിയിലായിരുന്നു എല്ലാവരും വാർത്തകൾ ഡെവലപ്പ് ചെയ്തത്. അതിന്റെ പുറകിൽ മറ്റൊന്നുമല്ല, ഈ ബെയിലിൻദാസിന്റെ കോൺഗ്രസ് പശ്ചാത്തലം തന്നെയാണ് മാധ്യമങ്ങളെ അയാളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വാർത്ത മാറ്റി പ്ലേസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്.